ഇന്ന് ഞാൻ ഒന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് നമ്മുടെ വണ്ടികൾ ഫ്ലഡഡ് ഏരിയയിൽ കൂടെ നമ്മളെ വണ്ടികൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ വണ്ടിയിലെ എയർ ഇൻടേക്ക് വഴി വണ്ടിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരു പ്രക്രിയയാണ്. വെള്ളം കയറിയിട്ട് എൻജിന് ഡാമേജ് ആവും. ആ ഒരു ഇതിനെ പറയുന്നതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോക്ക്. ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ലോക്ക് എന്ന് വെച്ചാൽ എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡാണ് വാട്ടർ. ഈ വാട്ടറിനെ ഒരിക്കലും നമുക്ക് കംപ്രസ് ചെയ്യാൻ കഴിയില്ല. സോ ഈ എയർ ഇൻടേക്കിൽ കൂടെ വെള്ളം, അതായത് എയർ എപ്പോഴും ഇങ്ങനെ സക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ എൻജിന് എപ്പോഴും സക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ എൻജിൻ സക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കൂടെ പോണ സമയത്ത് ആ എയർ ഫിൽറ്ററിന്റെ ഏരിയയിൽ എന്തായാലും ഒരു വാക്വം ക്രിയേറ്റ് ആവും. ആ വാക്വം എന്തായാലും ഈ വെള്ളത്തിനെ കൂടെ വലിച്ചെടുക്കും. വെള്ളത്തിനെ വലിച്ചെടുക്കുന്ന സമയത്ത് ഇത് നേരെ സിലിണ്ടറിൽ പോകും. സിലിണ്ടറിൽ പോയി കഴിഞ്ഞാൽ ഈ പവർ സ്ട്രോക്ക് വരുന്ന സമയത്ത് ഇത് കംപ്രസ് ആവില്ല. ഈ വെള്ളമാണ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വെള്ളം ഒരിക്കലും കംപ്രസ് ആവത്തില്ല. ഈ കംപ്രസ് ആവാത്ത ഈ സാധനം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതേപോലെ പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ് അങ്ങനെ എല്ലാം ഡാമേജ് ആക്കും. അങ്ങനെ ഡാമേജ് ആക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും നമ്മളുടെ വണ്ടികൾ വെള്ളം ഫ്ലഡഡ് ഏരിയയിൽ കൂടെ നമ്മൾ വണ്ടികൾ മാക്സിമം യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി. ഒരു മഹേന്ദ്ര താർ നമ്മളിപ്പോൾ ഫ്ലഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ കാറ്റഗറി, ബി കാറ്റഗറി, സി കാറ്റഗറി അങ്ങനെ കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ഓരോ ഇൻഷുറൻസ് കമ്പനികളും ഇത് കാറ്റഗറി ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മളെ ഡോർസിൽ വരെയുള്ള ഒരു ഏരിയനെ നമ്മൾ എ കാറ്റഗറി എന്ന് പറയും. പിന്നെ ബി കാറ്റഗറി എന്ന് പറയുമ്പോൾ സീറ്റ് ലെവലിലേക്ക് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് ബി കാറ്റഗറി പറയും. പിന്നെ സി ആണെങ്കിൽ ഡാഷ്ബോർഡിന്റെ മുകളിൽ വരുന്നതിനെ സി ആയിട്ട് പറയും. പിന്നെ ഡി ഒക്കെ ഉണ്ട്. ഡി കംപ്ലീറ്റ്ലി മുങ്ങിപ്പോയതിനെ നമ്മൾ ഡി എന്നും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ മാക്സിമം നമ്മൾ വണ്ടികൾ യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് ബെസ്റ്റ്. പിന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മേക്ക് ഷുവർ നമ്മളെ വണ്ടി അതിൻ്റെ ഇൻലെറ്റ് ഓൾവേസ് വണ്ടിയുടെ അബവ് നമ്മളെ മോഡിഫൈഡ് ഇൻലെറ്റ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അതിൽ കൂടെ വെള്ളം ഒരിക്കലും എൻജിൻ്റെ ഉള്ളിലേക്ക് പാസ് ആവില്ല എന്നുള്ളതും നമ്മൾ മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനത്തെ ഒക്കെ ഒരു സാഹസികത്തിന് മുതിരാൻ പാടുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കേസിൽ ഒരു ഹ്യൂമൻ നെഗ്ലിജൻസ് ആയിട്ടുള്ള ഇൻഷുറൻസ് കാണത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഇൻഷുറൻസ് ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് തരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നമുക്ക് ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടെങ്കിലും കോംപ്രഹെൻസീവ് എല്ലാ ഇൻഷുറൻസ് ഉണ്ടെങ്കിലത്തെ കേസാണ് ഞാൻ പറയുന്നത്, വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ മാക്സിമം ഇങ്ങനത്തെ ഒരു ഡ്രൈവ് ഒഴിവാക്കുക. അൺലെസ് ആരെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പോകാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു ജീവൻ രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട് സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ വണ്ടി പോവുകയാണെങ്കിൽ പോട്ടെ, നമുക്ക് ആളെ രക്ഷിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണെങ്കിൽ നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ വണ്ടി നമുക്ക് വീണ്ടും റിപ്പയർ ചെയ്തെടുക്കാം. പക്ഷേ എന്തായാലും അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു സാഹസികത്തിന് നമ്മൾ മുതിരാൻ പാടുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു താർ റോക്സിൻ്റെ ഒക്കെ ഒരു കേസ്, ആ വീഡിയോയിൽ കണ്ട പോലത്തെ താർ റോക്സിൻ്റെ കേസിൽ നമുക്ക് അത്രയധികം അതിൻ്റെ എസ്റ്റിമേഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എസ്റ്റിമേഷൻ ആയിരിക്കും. കംപ്ലീറ്റ് എൻജിൻ ഓവറോളൊക്കെ ചെയ്ത് അതിൻ്റെ പാർട്സൊക്കെ മാറ്റി വരുമ്പോഴേക്കും കംപ്ലീറ്റ് നല്ലൊരു എസ്റ്റിമേഷൻ തന്നെ വരും. പിന്നെ അത് മാത്രമല്ല, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഈ ഫ്ലോർ മാറ്റ്സ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. റെക്സിൻസ് അതേപോലെ സീറ്റ്, ഇൻറ്റീരിയർ എല്ലാം റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കുക. വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലും രക്ഷിക്കാനുണ്ടോ, അല്ലെങ്കിൽ എന്ത് ജീവനാണെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനത്തെ ഒരു സാഹസികത്തിന് മുതിരുക. വണ്ടി പോയാലും കുഴപ്പമില്ല, നമുക്ക് ആളെ രക്ഷിക്കാൻ പറ്റിയാൽ മതി. താങ്ക് യു.